നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, ഇന്ന് നോക്കാൻ പോകുന്നത് ആക്ച്വലി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് നിങ്ങളോടുള്ള ഫീലിങ്സും രണ്ടും എടുക്കാം. ഓക്കെ, ഒരു കമ്പാരിസൺ എന്ന രീതിക്ക് എടുക്കാം. ഞാൻ സാധാരണ രണ്ടിടയ്ക്ക് യൂസ് ചെയ്യും, പക്ഷെ ഒന്നേ എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോടും തേർഡ് പാർട്ടിയോടും രണ്ടും. ഓക്കെ, നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ. ഓക്കെ, ലെറ്റ്സ് സീ. പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട്. ക്വീൻ ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ്. ഓക്കെ, പേഴ്സൻ്റെ ഫീലിങ്സ് തേർഡ് പാർട്ടിയോട്. തേർഡ് പാർട്ടി നമ്മളൊരു പേഴ്സൺ എന്ന രീതിക്കാണ് ഇവിടെ കണക്കാക്കുന്നത്. അതായത് ഒരു വ്യക്തി, ഇപ്പോൾ ഒരു മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അങ്ങനത്തെ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ജസ്റ്റിസ്. ഓക്കെ, 4 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. മാരേജിൻ്റെ ആണ് കൂടുതലും വരുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് കാണാം. ഓക്കെ, തീരുമാനിച്ച് കാണാം. അങ്ങനത്തെ കാര്യങ്ങളാണ് തോന്നുന്നത് കേട്ടോ. പറയാം. ഓക്കെ, ജസ്റ്റ് ഓക്കെ, എന്തായാലും ഓരോന്നായിട്ട് പറയാം. ഇവിടെ ക്വീൻ ഓഫ് വാൻഡ്സ് വരുന്നുണ്ട്. സോ നിങ്ങളോടുള്ള ഫീലിംഗ്, നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളോട് നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ കൂടെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, ശരിക്കും ഒരു ക്രഷ് എന്ന രീതിക്ക് വിളിക്കാം. ക്രഷ് മാത്രമല്ല, ശരിക്കും ഒരു റൊമാൻറ്റിക് ഫീലിങ്സിൻ്റെ എന്ന രീതിക്കാണ് നിങ്ങളെ കാണുമ്പോൾ അവർക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ, പാഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനിവിടെ തേർഡ് പാർട്ടി ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ അവർ ഒന്നുമില്ലെങ്കിൽ മാരീഡ് എന്ന മോസ്റ്റ്ലി അത് തന്നെയാണ് വരുന്നത്. ഫാമിലി ആവാം, ബട്ട് ഞാൻ ഒരു വ്യക്തി എന്ന രീതിക്കാണ് കണക്കാക്കുന്നത്. സോ അതുകൊണ്ട് തേർഡ് പാർട്ടി ഒരു പേഴ്സൺ എന്ന് നിങ്ങൾക്കത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് കണ്ടിന്യൂസ് ചെയ്താൽ മതി. ഞാൻ ആദ്യം പറയണതാണ്, സാധാരണ വിട്ടുപോയി, സോറി. നിങ്ങൾക്കത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കാണും. ഓക്കെ, ഇവിടെ കാരണം ഗിവ് ആൻഡ് ടേക്കിൻ്റെ റിലേഷൻഷിപ്പ് ആയിട്ട് കാണുന്നുണ്ട്. അതായത് അങ്ങോട്ട് ഇവർ, അതും പ്രത്യേകിച്ച് പെൻറ്റിക്കിൾസ് ആണ്. പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന രീതിക്ക് എടുക്കാം. അപ്പോൾ ഇത് പേഴ്സൻ്റെ ഒരു ചുമതലയായിട്ട് വരുന്നതാണ്. സോ അവർ മാരീഡ് എന്ന രീതിക്ക് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എൻ്റെ ഇവിടെ ജസ്റ്റിസും ഉണ്ട്. സോ അവർ തമ്മിലൊരു ന്യായമായ രീതിയിൽ ഒരു ബന്ധമാണ്. ഓക്കെ, എന്താ പറയുക, ശരിക്കും കോർട്ട്, എന്താ പറയുക, അങ്ങനത്തെ ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ട്. എല്ലാവരും അംഗീകരിച്ച ഒരു ബന്ധമാണ് എന്നാണ്. സോ ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോഴും കുട്ടികൾ, ഫാമിലി എന്ന രീതിക്കൊക്കെയാണ്. സോ അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അവരൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അവിടെ പക്ഷേ ഇത് അഗൈൻ ഇവിടെ പറയുമ്പോൾ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ് എന്ന രീതിക്കാണ് അവിടെ കാണുന്നത്. അവിടെ ഒരു ഫീലിങ്സ് അല്ല വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷേ യെസ്, ഞാൻ വാക്ക് കൊടുത്തുപോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കമ്മിറ്റഡ് ആയിപ്പോയി, അതുകൊണ്ട് അവിടെ ഞാൻ ചെയ്യേണ്ടത് ചെയ്യണം എന്ന രീതിക്കാണ് അവിടെ നിൽക്കുന്നത്. ആ ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളോടാണ് കാണുന്നത്. മനസ്സിലെ ഇമോഷൻ ഫീലിങ്സ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് നോക്കാം. നിങ്ങളുമായിട്ട് അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുമായിട്ട് എന്താ ആഗ്രഹിക്കുന്നത് വ്യൂവേഴ്സുമായിട്ട്. 3 ഓഫ് സോർഡ്സ് ആൻഡ് സൺ. ഓക്കെ, ആൻഡ് തേർഡ് പാർട്ടിയുമായിട്ട് എന്താ ആഗ്രഹിക്കുന്നത്. ഓക്കെ, 3 ഓഫ് കപ്സ്. തേർഡ് പാർട്ടിയുടെ വളരെ ക്ലിയർ ആയിട്ട് വന്നു. മൈ ഗോഡ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അഗൈൻ നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളോട് വഴക്കിട്ടു, എന്ത് തന്നെയായാലും ശരി, അതൊക്കെ ശരിയാക്കിയിട്ട് നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ അഗൈൻ നിങ്ങളോട് ഒരു മെസ്സേജുമായിട്ട് വരണം, നിങ്ങളോട് റൊമാൻറ്റിക് ആയിട്ട് സമയങ്ങൾ സ്പെൻഡ് ചെയ്യണം, വീണ്ടും ഹാപ്പി ആയിട്ട് സമയങ്ങൾ വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും വിഷമങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു യാത്ര പോവുക, അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യുക, സംസാരിക്കുക, വളരെ നല്ല സമയങ്ങൾ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അഗെയിൻ ഇവിടെയും 3 വന്നു, ഇതും 3 വന്നു. സോ തേർഡ് പാർട്ടി നമുക്കിവിടെ സ്ട്രോങ് കൺഫർമേഷനാണ്. സോ തേർഡ് പാർട്ടി ആയിട്ട് അവർ എന്താ പറയുക, സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് ഫാമിലിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ എന്താ പറയുക, റിലേഷൻസ് എല്ലാവരുമായിട്ട് കൂടിച്ചേരൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ കാണുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇൻഡിപെൻഡൻ്റ് എന്ന രീതിക്കാണ്. അതായത് ഇത് ഇങ്ങനെ ആരൊക്കെ ഉണ്ടെങ്കിലും ശരി, ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ശരി, എന്തുണ്ടെങ്കിലും ശരി, ഇവർ തനിച്ചാണ് ഫീൽ ചെയ്യുന്നത്. അവർ ആക്ച്വലി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം മാറിയിട്ടോ ഒറ്റപ്പെട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ, ഞാൻ ഇതൊന്നുമില്ലാതെ, ഈ കട്ടുപാടുകളൊന്നുമില്ലാതെ എനിക്ക് ഫ്രീ ആവണം എന്ന രീതിക്കൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, 9 ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെയും നമ്മളൊരു മാരേജിൻ്റെ കാര്യമാണ് ഇത് പറയാറ്. മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 കൂട്ടർ ഒന്നിച്ച് വന്നിട്ടൊരു ലൈഫ്
ലൈഫ് ബിൽഡ് ചെയ്യുക എന്ന രീതിക്ക്. സോ അത് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ എവിടെയോ ഇവർ തനിച്ച് നിൽക്കാൻ, അല്ലെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ, ഫ്രീ ആയിട്ട് നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഉണ്ട് ലൈഫിൽ, ഓക്കെ, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ, സോ എവിടെയാണ് കണക്ഷൻസ്, എവിടെയാണ് കാണുന്നത്? ഒന്നും കാണുന്നില്ല അല്ലേ. അഗെയിൻ ഇവിടെ പെൻറ്റക്കിൾസാണ് വന്നത്. പെൻറ്റക്കിൾസ് പറയുമ്പോഴും അഗെയിൻ ഞാൻ പറഞ്ഞു, ഇതൊരു കടമയാണ്, റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, നമ്മൾ ചെയ്തേ പറ്റൂ എന്ന രീതിക്കുള്ള ഒരു ഫീലിംഗ് ആണ്. സോറി, നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊക്കെ ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് റീഡിംഗ് അല്ല എടുക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ എന്താ കാണുന്നത്? Page of Wands and wow, my god. ഞാൻ പറയേണ്ട ആവശ്യമില്ല ഒന്നും അല്ലേ, നിങ്ങൾക്ക് റീഡിങ് മനസ്സിലായില്ലേ ഓൾറെഡി. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് ഫ്യൂച്ചർ എന്താ കാണുന്നത്? 6 of Again, 6 of Swords and the Moon, my god. ഓക്കെ, സി ഇവിടെ നിങ്ങളുടെ പേഴ്സൺ, ആദ്യം തേർഡ് പാർട്ടിയുടെ പറയാം. തേർഡ് പാർട്ടിയുമായിട്ട് ആക്ച്വലി ഒരു മൂവിങ് ഓൺ ആണ് ആഗ്രഹിക്കുന്നത്. അതായത് അവിടുന്ന് വിട്ടു മാറാൻ ആഗ്രഹിക്കുന്നു. സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടാവും കുറച്ച് പേർക്ക്. യെസ്, ഓക്കെ, അങ്ങനെ ഉണ്ടാവും. അവർ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ട്, അതുകൊണ്ടാണ് അവർ ഒന്നിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ദറ്റ് എന്തെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടോ കൊടുക്കൽ വാങ്ങലുണ്ടാവും. അതിപ്പോൾ കടമയായിട്ട് ചെയ്തു തീർക്കാനായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫിന് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും അവരുടെ ഇടയിൽ. ഓക്കെ, അതുകൊണ്ടാണ് അവർ കർമ്മ കൊണ്ടാണ് അവർ ഒന്നിച്ചിട്ടുള്ളത്. അഗെയിൻ ജസ്റ്റിസ് ഇവിടെ ഉണ്ടായിരുന്നു. സോ യെസ്, തീർച്ചയായിട്ടും ഇവിടെ കർമ്മയുടെ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് കർമ്മയാണ് അവർ തമ്മിൽ. ഒരു കാർമിക് എന്ന് ഞാൻ വിളിക്കുന്നില്ല, പക്ഷെ അവർ തമ്മിൽ ചില കർമ്മ തീരാനുണ്ട് അവിടെ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബന്ധം അവരുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. എൻ്റെ ഇവിടെ മൂൺ കാർഡ് ഉണ്ട്. സോ അവിടെ അവർക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാരിറ്റിയേ ഇല്ല. ഓക്കെ, അവർക്ക് മുന്നോട്ട് എന്താ വേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ വേണം തന്നെ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. അഗൈൻ ഇവിടെ ഞാൻ പറഞ്ഞു, തനിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നു, മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ശരിക്കും അവിടെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച പോലെയാണ്. ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്നും തുറന്ന് പറയലില്ല. ഓക്കെ, പലതും മനസ്സിൽ വെച്ച് നടക്കായും അങ്ങനെ ഒരു ഇതാണ് കാണുന്നത്. ഒരു ഡാർക്ക്നെസ് എന്ന രീതിക്ക് എടുത്തോളൂ. മുന്നോട്ടൊരു ക്ലാരിറ്റി ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ അടുത്ത് പേജ് ഓഫ് വാൻസ് ആൻഡ് 2 of Cups ആണ്. നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു ലൈഫ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നവർ. ഓക്കെ, പേജ് ഓഫ് വാൻസ് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ സംസാരിക്കുക, നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുക, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക. ആൻഡ് ഇവിടെ 2 of Cups ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? 2 of Cups നിങ്ങൾ ഇത്ര തവണ കേട്ട് കഴിഞ്ഞാൽ സോൾമേറ്റ് കാർഡാണ്. സോ അഗെയിൻ ഇത് കാർമിക്കാണ്, യെസ്. ആൻഡ് ഇവിടെ സോൾമേറ്റ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ സാഹചര്യം കൊണ്ട് നിങ്ങൾ യൂണിവേഴ്സ് അവർ തമ്മിൽ ഞാൻ പറഞ്ഞില്ലേ കർമ്മ ഉണ്ട്. സോ അത് അവർ തീർത്തേ പറ്റൂ, നിവർത്തിയില്ല. ഓക്കെ, സോ അത് അവർ ജീവിച്ച് തീർത്തേ പറ്റൂ. അത് കർമ്മ തീരുമ്പോഴേ അവർക്ക് അവിടെ നിന്ന് ഈ വിടാനോ ഇൻഡിപെൻഡൻ്റ് ആവാനോ ഒക്കെ പറ്റൂ. ഓക്കെ, സോ അത് നമ്മുടെ കയ്യിലല്ല. എനിവേ, അത് അവരുടെ കാര്യങ്ങളാണ്. ഇതിപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അഗെയിൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് നിങ്ങളുടെയും, പക്ഷേ നിങ്ങൾ സോൾമേറ്റ് ആയിട്ടാണ് വരുന്നത്. സോ ആ സോൾമേറ്റ് കണക്ഷൻ അവർ തീർച്ചയായിട്ടും അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടും ഫ്യൂച്ചറും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് തന്നെ ഉണ്ടാവും. അത് ഏത് രീതിക്ക് എന്നുള്ളത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ നിങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ചിട്ട് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ക്വീൻ ഓഫ് കപ്സ് എനർജി ഉണ്ട്. സോ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് വിട്ടുമാറാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും മൂൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സീക്രസി എന്ന് എടുക്കാം. സീക്രട്ടായിട്ട് അവരെ മനസ്സിലുള്ളിലിരിക്കുന്ന എന്താ നോക്കൂ, ക്വീൻ ഓഫ് കപ്സ് ആണ്. ക്വീൻ ഓഫ് കപ്സ് നിങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. ക്വീൻ അല്ലെങ്കിൽ കിങ് അങ്ങനെ എടുത്തോളൂ, വാട്ട് എവർ. നിങ്ങൾ ജെൻസ് ആയാലും ലേഡീസ് ആയാലും എനർജി എടുക്കാം. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി, നമ്മൾ കെയർ ചെയ്യുന്ന വ്യക്തി, നമ്മുടെ കൂടെയുള്ള വ്യക്തി, അങ്ങനെ ആ ഒരു ഇഷ്ടം സ്നേഹമൊക്കെ തോന്നുന്ന ഒരു കാര്യം. സോ അഗെയിൻ അത് ഇവിടെ കാണുന്നത് നിങ്ങളെയാണ്. വീണ്ടും 6 വന്നിട്ടുണ്ട്. സോ വളരെ സ്ട്രോങ് ആയിട്ട് അഗെയിൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ വരുന്നുണ്ട്. ഐ തിങ്ക് ഇന്നലെയും വന്നു തോന്നുന്നു അല്ലേ. ഓക്കെ, നിങ്ങളോടും പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്. ആക്ച്വലി അവർ നിങ്ങളുമായിട്ട് മൂവ് ഓൺ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം. കുറച്ച് പേർക്ക് പറ്റുന്നവർക്ക് മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വൗ, വേൾഡ് എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്, മൈ ഗോഡ്. ഇതും സോൾമേറ്റ് കാർഡാണ്. സി അവരെ പേഴ്സൺ നിങ്ങൾ എന്താ പറയുക, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവർക്ക് നിങ്ങൾ തന്നെയാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, തേർഡ് പാർട്ടിയുടെ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഫീലിങ്സ് വൈസ് അവർ നിങ്ങളുടെ കൂടെ തന്നെയാണ്. അവരുടെ മനസ്സ് നിങ്ങളുടെ കൂടെ തന്നെയാണ്. തേർഡ് പാർട്ടിയുമായിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ്. പിന്നെ കർമ്മയുണ്ട്, അത് യൂണിവേഴ്സായിട്ട് ചില കൊണ്ടുവരുന്നതാണ്. ഓക്കെ, പേഴ്സണിന് പറയാനുള്ള മെസ്സേജസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് പറയുന്നത്? യു ആർ മൈ ഗിഫ്റ്റ് ഓഫ് ലവ്, മൈ വിഷ്, മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ ഹാപ്പിനെസ്. ഐ വിൽ ഓൾവേസ് വോണ്ട് യു, ദ സ്റ്റാർ കാർഡ്. സി നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നമ്മൾ പറയില്ല ഇങ്ങനെ ഒരു എനിക്ക് ആഗ്രഹം എന്ന് പറയുമ്പോൾ വിഷ് എനിക്ക് ഇന്ന ആഗ്രഹമാണ് ഉള്ളത് യൂണിവേഴ്സിനോട് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെയാണ് അവർ ഓർക്കുന്നത്. നിങ്ങൾ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്, സന്തോഷമാണ്, എല്ലാമാണ്. ഐ എം പ്ലാനിങ് ഓൺ ഹൗ ടു ടേക്ക് ദിസ് റിലേഷൻഷിപ്പ് ടു ദ നെക്സ്റ്റ് ലെവൽ. നിങ്ങളുടെ ബന്ധത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. വാവ്,
ആൻഡ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു വേൾഡ് കാർഡ്, ന്യൂ ബിഗിനിങ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് നമ്മൾ എടുക്കുക. വേൾഡ് കൺഫർമേഷൻ. സോ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ സെയിം തിങ് ആണ് മെസ്സേജ് നോക്കോളൂ. ഐ എം പ്ലാനിങ് ഓൺ ടേക്കിംഗ് ദിസ് റിലേഷൻഷിപ്പ് ടു ദ നെക്സ്റ്റ് ലെവൽ. ഐ വോണ്ട് ടു ടേക്ക് ദിസ് റിലേഷൻഷിപ്പ് നെക്സ്റ്റ് സ്റ്റേജ്. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. സോ ഞാൻ പറഞ്ഞു, അവർ ഇത് വിട്ടുമാറിയിട്ട് തേർഡ് പാർട്ടിയെ സാധിച്ചാൽ തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടുമാറി നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അവരാഗ്രഹം. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. 5 of Pentacles. Please do not abandon me. I feel like you have left me out in the cold. Okay, maybe നിങ്ങൾ കുറച്ച് അകന്നൊക്കെ നിൽക്കുന്നുണ്ടാവാം. തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു മനസ്സിലൊരു വിഷമമുണ്ടാവാം, നിങ്ങൾ മാറിയൊക്കെ നിൽക്കുന്നുണ്ടാവും. ബട്ട് അവർ ആക്ച്വലി ഇവിടെ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സോ അങ്ങനെ വേദനയൊക്കെ ഉണ്ടായിട്ട് മേ ബി നിങ്ങളായിരിക്കാം മാറി നിൽക്കുന്നത്. പക്ഷെ അവർ പറയുന്നത് എന്നെ വിട്ടു പോവല്ലേ എന്നാണ് പറയുന്നത്. എന്നെ ഒറ്റപ്പെടുത്തരുത്, എന്നെ വിട്ടു പോകരുത് എന്ന് പറയുന്നുണ്ട്. I want to be in a committed long-term and secure relationship. Stability is key. നിങ്ങളുമായിട്ടൊരു മാരേജ് ആഗ്രഹിക്കുന്നു. ഓക്കെ, I need to be alone right now to reflect on our love and the toxicity surrounding me. See, I need to find a way to heal and move ahead in a healthy manner. ഓക്കെ, സോ ഇവിടെ പേഴ്സൺ ചില ടോക്സിക് സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുകയാണ്. ഓക്കെ, അതിപ്പോൾ അഗെയിൻ നമ്മൾ ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. സോ അത് നമ്മൾ ചെയ്യേണ്ടി വരിക. സോ അങ്ങനെയുള്ള ചില പിന്നെ അത് മാത്രമല്ല അവരുടെ ലൈഫിൽ നടക്കുന്ന ചില ടോക്സിക് കാര്യങ്ങളുണ്ടാവും, അതിലൊക്കെ അവർ പെട്ട് നിൽക്കുകയാണ്. സോ അതുകൊണ്ട് ഇപ്പോൾ അവർ ഒരു സമയം എടുക്കുന്നുണ്ടാവും നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരല്പം അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ ചിന്തിക്കാനുള്ള ഒരു 10 of Cups. ഓ മൈ ഗോഡ്, വെറുതെ നോക്കിയതായിരുന്നു. ഈസ് എ വൺസ് വീണ്ടും വന്നിട്ടുണ്ട്. നേരത്തെ വന്ന കാർഡാണ്, സെയിം കാർഡ്. ഐ എം സോ അട്രാക്റ്റഡ് ടു യു, ഐ എം കമ്മിങ് ടു മേക്ക് ആൻ ഓഫർ ഓഫ് ലവ്. ഓക്കെ, അഗൈൻ ഇവിടെയും ഞാൻ പറഞ്ഞ അതാണ്, അവർക്കൊരു പുതിയ ബിഗിനിങ് വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ എത്ര നമുക്ക് കൺഫർമേഷൻസാണ് നോക്കൂ. ആൻഡ് ഇവിടെ 10 of Cups ഉണ്ട്. 10 of Cups, 10 of Pentacles. അവരുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം, ഒരു സ്റ്റെബിലിറ്റി, ഒരു ലൈഫ് അവർ നിങ്ങളുമായിട്ടാണ് കാണുന്നത്. ഓക്കെ, യു മീൻ ഫാമിലി ടു മീ എന്നാണ് പറയുന്നത്. നിങ്ങളവരെ ഫാമിലി പോലെയാണ് അവർ കാണുന്നത്. ഞാനത് എടുക്കുന്നില്ല, ഞാനിങ്ങനെ ചാടുന്നത് എടുക്കാറില്ല, അതുകൊണ്ടാണ് വളരെ റെയറായിട്ട് ഞാനത് എടുക്കുള്ളൂ. 3 of Swords. Yes. This heartbreak is painful. Letting down and the breaking of trust has led to emotional turmoil. Yes, നിങ്ങൾ തമ്മിൽ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അതിപ്പോൾ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് അവിടെയൊക്കെ മാറി നിന്നായിരിക്കാം, നിങ്ങളെ വിട്ട് മാറി നിന്ന് തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ അവർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, തേർഡ് പാർട്ടി അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവരെവിടെയോ അത് ഒരു നമ്മൾ പറയില്ല റെസ്പോൺസിബിലിറ്റി കൊണ്ട് മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഒരു ലാസ്റ്റ് കാർഡ് എടുത്തേക്കാം. Page of Pentacles. Okay, I am taking a more practical and planned way to reaching out to you. അവർ നിങ്ങളോട് സംസാരിക്കാൻ വരും, മെസ്സേജ് വരും. നിങ്ങളോട് ഒരു ചിലപ്പോൾ മാപ്പ് പറയാം, നിങ്ങളെ വേദനിപ്പിച്ചതിന് മാപ്പ് പറയാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് മുന്നോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വീണ്ടും കൊണ്ടുവരാൻ അവർ തീർച്ചയായിട്ടും ശ്രമിക്കും. ഓക്കെ, അവർ ഈ റിലേഷൻഷിപ്പിനെ പക്ഷേ എന്താണ് അവർ കുറച്ച് ആലോചിച്ച് സ്ട്രാറ്റജിക് ആയിട്ടാണ് വരാൻ പോകുന്നത്. അല്ലാതെ അങ്ങനെ എടുത്തു ചാടി റൊമാൻസ് എന്ന് പറഞ്ഞിട്ടൊന്നും വരുമൊന്നുമില്ല, ഇഷ്ടം എന്ന് സ്നേഹം എന്ന് പറഞ്ഞിട്ടൊന്നും വരില്ല. പക്ഷേ നിങ്ങളുമായിട്ട് ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഓക്കെ, സോ ഇപ്പോൾ ഈ നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ ആലോചിക്കുക, ഈ നല്ല കാര്യങ്ങൾ നിങ്ങൾ ഓർക്കൂ. ഓക്കെ, ആൻഡ് പക്ഷേ സിറ്റുവേഷൻ അതിൻ്റെ ഒപ്പം നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. അതായത് തേർഡ് പാർട്ടി ഉണ്ട്, കമ്മിറ്റഡ് ആണ്. ഓക്കെ, സോ ഇത് പ്രത്യേകിച്ച് അങ്ങനെയുള്ളവർക്കാണിത്. ഞാൻ വേണമെങ്കിൽ ക്യാപ്ഷനിൽ തന്നെ ഞാൻ ഇടാം. ഓക്കെ, ആസ് എ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ വേണമെങ്കിൽ ക്യാപ്ഷനിൽ മെൻഷൻ ചെയ്യാം. സോ ദാറ്റ് ഓക്കെ, സോ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എന്താണ് വേണ്ടത് എന്നുകൂടി സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ, അതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, എനിവേ ഞാനിപ്പോൾ കൂടുതൽ ലെക്ചറിലേക്ക് പോകുന്നില്ല. നല്ല റീഡിംഗ് ആയിരുന്നു അല്ലേ, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇത് മനസ്സിൽ സൂക്ഷിക്കുക. ഓക്കെ, പേഴ്സൺ എവിടെയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, എന്നോടുള്ള സ്നേഹം സത്യമാണ് എന്ന രീതിക്ക് നിങ്ങൾ മനസ്സിൽ വയ്ക്കൂ. ഓക്കെ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.